പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട മോശം സാമ്പത്തിക സാഹചര്യത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പഠനത്തിനായി എത്തിയ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് അതും അച്ഛൻ മോശമായി പെരുമാറുന്നു എന്ന് പരാതി പറഞ്ഞ പെൺകുട്ടിയോടാണ് പ്രക്ഷോഭ കൂടി ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ചത് എന്നടക്കമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MLA-യും MP-യും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, പരാതിയുമായി പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ ആശാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇക്കണ്ട തോന്നിവാസങ്ങൾ മുഴുവനും ഉണ്ടായത് എന്നുള്ളത് കൂടി ഒരു ലൈംഗികാതിക്രമ കേസിലെ ഇരയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നത് ആലോചിക്കേണ്ടതുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഗുരുതരമായ ആരോപണങ്ങളും പരാതിയും കൃത്യമായ തെളിവുകളും ഫോട്ടോഗ്രാഫ്സും അടക്കം പുറത്തു വന്ന കേസിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പ്രക്ഷോഭന കനത്ത തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. അത് പോലീസ് എന്തിനു വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പ്രക്ഷോഭിനെ പോലീസ് തിരയുകയാണ്. ഇന്നിപ്പോൾ പ്രക്ഷോഭിന്റെ വീട്ടിൽ പോലീസ് തെരച്ചിൽ നടത്തുന്നു. പക്ഷേ വീട്ടിൽ പ്രക്ഷോഭ ഇല്ല എന്ന് നേരത്തെ അറിയാം. അപ്പൊ പ്രക്ഷോഭിനെ കണ്ടെത്താൻ പോലീസിന് എന്താണ് ബുദ്ധിമുട്ട്? പോലീസ് പറയണം, അല്ലെങ്കിൽ പ്രക്ഷോഭ എവിടേക്ക് ഒളിവിൽ പോയി, പ്രക്ഷോഭിനെ ആരാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്, പ്രക്ഷോഭിനെ സംരക്ഷിക്കുന്നത് ആരാണ്? ഒരു സാധാരണ കൗൺസിലറായിട്ടുള്ള പ്രക്ഷോഭ് ഇത്തരത്തിലൊരു സ്ത്രീപീഡന കേസിൽ പ്രതിയേർക്കപ്പെടുന്നു. ആ പ്രതിയേർക്കപ്പെട്ട വ്യക്തിയെ പിടികൂടാൻ ഇത്ര നാളും സാധിച്ചില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, പോലീസിന് അത്തരത്തിലുള്ള തെരച്ചിലുകൾ എന്ന് പറയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ആ പ്രക്ഷോഭിനെ തിരയാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഒരു പ്രഹസനം എന്ന രീതിയിൽ വീട്ടിലൊരു തെരച്ചിൽ നടത്തുന്നു. ആ പ്രക്ഷോഭ വീട്ടിലില്ല എന്നുള്ളത് പോലീസിന് അറിയാവുന്ന കാര്യമാണ്. വീട്ടിലൊരു തെരച്ചിൽ നടത്തുന്നു. ഈ പ്രക്ഷോഭ് എന്ന് പറയുന്ന കൗൺസിലർ, ഒരു സാധാരണ കൗൺസിലർ, അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രക്ഷപ്പെട്ട വഴികൾ തേടാൻ അന്വേഷിക്കാൻ പറ്റാത്തത്ര മോശം പോലീസ് അല്ല കേരള പോലീസ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ആരെയാണ് പോലീസ് സംരക്ഷിക്കുന്നത്, എന്തിനു വേണ്ടി സംരക്ഷിക്കുന്നു? അല്ലെങ്കിൽ പ്രക്ഷോഭ് ഇത്രയും ദൂരേക്ക് ഒളിക്കാൻ, ഇത്രയും ദിവസങ്ങൾ ഒളിച്ച് താമസിക്കാൻ എന്തുതരം ബന്ധങ്ങളാണ് ഈ പ്രക്ഷോഭിനുള്ളത്? അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ദുരൂഹത തുടരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിനും ഒന്നും പ്രക്ഷോഭിനെ സംരക്ഷിക്കേണ്ടതില്ല. കാരണം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരൊക്കെ എതിർ പാർട്ടിയിൽപ്പെട്ടവരാണ്. പിന്നെ എന്തിനാണ് പോലീസ് ഇത്തരത്തിലൊരു സംരക്ഷണം ഒരുക്കുന്ന മട്ടിൽ ഈ പെരുമാറുന്നത്? ശരി, ഗുരുതരമായ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ പ്രക്ഷോഭ് വത്സനെ ഇപ്പോഴും ഒളിവിൽ തുടരാൻ കഴിയുന്ന എന്തു സാഹചര്യമാണ് കേരളത്തിലുള്ളത്? കേരള പോലീസിന് പിടികൂടാൻ കഴിയാത്ത എന്ത് വലിയ പ്രിവിലേജാണ് പ്രക്ഷോഭ് വത്സൻ ഉള്ളത് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഗുരുതരമായ ലൈംഗിക അതിക്രമമാണ്. കോടതിയിൽ നിന്ന് കൂടി തിരിച്ചടി ഉണ്ടായിട്ടും പ്രക്ഷോഭിനെ വീട്ടിൽ തിരയാനാണ് പോലീസ് സമയം ചെലവഴിക്കുന്നത്.